നമസ്കാരം. 2024 സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം കുതിപ്പിന്റെ വർഷമായിരുന്നു. സമീപകാലത്തെ റെക്കോർഡ് വർധനവാണ് സ്വർണത്തിന്റെ വിലയിൽ കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത്. എന്നാൽ സ്വർണ വില പിടിവിട്ട് കുതിച്ചപ്പോഴും ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ കാര്യമായ ഇടിവുണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിന് പ്രധാന കാരണമായത് 18 കാരറ്റ് സ്വർണമാണ് എന്നാണ് വ്യാപാരികൾ പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ സ്വർണ്ണ വിലയിലെ വർധനവ് 18 കാരറ്റ് ആഭരണങ്ങളുടെ ഡിമാൻഡിൽ വലിയ വർധനവ്, പ്രത്യേകിച്ച് 25%-ലധികം വർധനവിന് കാരണമായിട്ടുണ്ട്. സ്വർണ്ണ വ്യാപാര മേഖലയിലെ എക്സിക്യൂട്ടീവുകളാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. ഇന്ത്യയിൽ പരമ്പരാഗതമായ ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് 22 കാരറ്റ് സ്വർണമാണ്. അതിനാൽ തന്നെ ഈ ഇനത്തിന് വലിയ ഡിമാൻഡാണ് രാജ്യത്തുടനീളം ഉള്ളത്. എന്നാൽ വില കൂടിയപ്പോൾ കഴിഞ്ഞ വർഷം ഉപഭോക്താക്കൾ കൂട്ടത്തോടെ 18 കാരറ്റ് സ്വർണത്തിലേക്ക് തിരിയുകയായിരുന്നു. താങ്ങാനാകുന്ന വിലയുള്ള 18 കാരറ്റ് റോസ് ഗോൾഡും അതുപോലെ തന്നെ സ്റ്റഡ്സ് വൈറ്റ് ഗോൾഡും പ്ലെയിൻ ആഭരണങ്ങളുമാണ് യുവ ഉപഭോക്താക്കൾ ഇഷ്ടപ്പെടുന്നത് എന്നാണ് വ്യാപാരികൾ പറയുന്നത്. ബുധനാഴ്ച 18 കാരറ്റ് സ്വർണത്തിന് 10 ഗ്രാമിന് 59,120 രൂപയായിരുന്നു വില. 22 കാരറ്റ് സ്വർണത്തിന് 10 ഗ്രാമിന് 72,140 രൂപയുമായിരുന്നു വില. വിലയിലെ ഈ അന്തരം തന്നെയാണ് ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത്. 18 കാരറ്റ് സ്വർണവും 22 കാരറ്റ് സ്വർണത്തെ പോലെ ഹോൾമാർക്ക്ഡ് സ്വർണമാണ്. അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾക്ക് പരിശുദ്ധിയെക്കുറിച്ചുള്ള ആശങ്കയും വേണ്ട. സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചറിയുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനുമായാണ് 6 പ്രതീകങ്ങളുള്ള ആൽഫ ന്യൂമറിക് കോഡായ ഹോൾമാർക്ക് യൂണിക് ഐഡന്റിഫിക്കേഷൻ നൽകുന്നത്. 2024 ഇന്ത്യക്കാർ 225 ടൺ 18 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. 2023 അപേക്ഷിച്ച് 25% വർധനവാണിത്. ഇത് വലിയ വർധനവാണ്. കാരണം നേരത്തെ 18 കാരറ്റ് ആഭരണങ്ങൾക്ക് ഡിമാൻഡ് 5 മുതൽ 10% മാത്രമായിരുന്നു. രാജ്യത്ത് 22 കാരറ്റ് സ്വർണം മൊത്തം ഉപഭോഗം പ്രതിവർഷം 500 മുതൽ 550 ടൺ വരെ വ്യത്യാസപ്പെടുന്നുണ്ട്. 18 കാരറ്റ് സ്വർണത്തിന്റെ ഉപഭോഗം 2023 108 ടണ്ണും 2022 162 ടണ്ണുമായിരുന്നു. കാരറ്റേജ് കുറയും തോറും ആഭരണങ്ങൾ ശക്തമാകും. അതുകൊണ്ട് തന്നെ യുവതലമുറയ്ക്ക് എളുപ്പത്തിൽ വാങ്ങാൻ കഴിയുന്ന പുതിയതും ആധുനികവുമായ ഡിസൈനുകൾ, ജ്വല്ലറികൾ പരീക്ഷിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോഗ മേഖലയായ ദക്ഷിണേന്ത്യയിലും ഈ പ്രവണതയാണ് നിലനിൽക്കുന്നത്. 18 കാരറ്റ് ആഭരണങ്ങൾക്ക് തങ്ങളുടെ സ്റ്റോറുകളിൽ 15 മുതൽ 20% ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട് എന്നും പ്രധാനമായും യുവാക്കളാണ് വാങ്ങുന്നതെന്നുമാണ് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നത്. പല ജ്വല്ലറികളും 14 കാരറ്റിന്റെയും 9 കാരറ്റിന്റെയും സ്വർണ്ണാഭരണങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. 9 കാരറ്റ് ആഭരണങ്ങളിൽ ഹോൾമാർക്കിംഗ് ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യ ബുള്ളിയൻ ആൻഡ് ജുവലേഴ്സ് അസോസിയേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന് കത്തയച്ചിട്ടുണ്ട്. 2023 അപേക്ഷിച്ച് 2024 18 കാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഡിമാൻഡിൽ 15 മുതൽ 18% വളർച്ചയുണ്ടായി എന്നാണ് ഈ രംഗത്തെ വിദഗ്ധരും പറയുന്നത്. 25 വയസ്സിന് താഴെയുള്ള യുവ ഉപഭോക്താക്കളാണ് ഇതിന് കാരണമെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്.